ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയോ ബുക്സും കൂട്ടുകാരെ കാത്തിരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഫ്രഞ്ച് സാഹിത്യകാരനായ വിശ്വപ്രസിദ്ധനായ വിക്ടർ യൂഗോയുടെ നോത്രദാമിലെ കൂനൻ എന്ന നോവലിൻ്റെ 4ാം ഭാഗം. ജിപ്സി സുന്ദരി ഞെട്ടി പുറകോട്ട് മാറി നിന്നു. പുരോഹിതൻ സംസാരം തുടർന്നു. അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. അതേസമയം നീയൊരു പട്ടാളക്കാരൻ്റെ വേഷപ്പകിട്ട് കണ്ട് അതിൽ ഭ്രമിച്ചുപോയി. എൻ്റെ വികാരം എന്തായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എൻ്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീ കെടുത്താനുള്ള കടമ നിശ്ചയമായും നിനക്കുള്ളതാണ്. ഇത്രയും പറഞ്ഞിട്ട് ആർച്ച് ഡീക്കൻ സമനില കൈമോശം വന്ന ഒരാളെ പോലെ അവളുടെ മുന്നിൽ നിലത്ത് കിടന്ന് ഊക്കോടെ തല തല്ലിക്കൊണ്ട് അവളുടെ മറുപടിക്കായി കാത്തുകിടന്നു. അപ്പോഴും അവളുടെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ട വാക്ക് ഫാബു എന്നായിരുന്നു. അദ്ദേഹം നിലത്തു നിന്നും എണീറ്റ് പറഞ്ഞു, എന്നെ കൈവിടില്ലെന്ന് ഉറപ്പു തരൂ. ദയവ് ചെയ്ത് അവൻ്റെ പേര് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ സമ്മതിക്കുമെങ്കിൽ ഈ നിമിഷം ഈ ഇരുട്ടുമുറിയിൽ നിന്നും നല്ല വെയിലും ധാരാളം വൃക്ഷങ്ങളും നീലാകാശവുമുള്ള സ്ഥലത്തേക്ക് തന്നെയാകട്ടെ നമ്മുടെ യാത്ര. ഈ ഗുഹയിൽ നിന്നും നിന്നെ മോചിപ്പിക്കാൻ എനിക്ക് മാത്രമേ കഴിയൂ. ശിക്ഷ നടപ്പാക്കാതിരിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അവളുടെ മറുപടി ഭയാനകമായ ഒരു പൊട്ടിച്ചിരിയുടെ രൂപത്തിലായിരുന്നു. അവൾ പുരോഹിതനെ തുറിച്ചു നോക്കി. ക്രോധം കൊണ്ട് വിറച്ചു. അവൾ പുരോഹിതൻ്റെ മുഖത്തു നോക്കി പറഞ്ഞു, ദുഷ്ടനും നീചനുമായ നിങ്ങളുടെ കൈകൾ രക്തപങ്കിലമാണ്. അത് കേട്ട് ആർച്ച് ഡീക്കൻ പൊട്ടിത്തെറിച്ചു. ഒരു വണ്ടിയിൽ കയറ്റി നാളെ രാവിലെ നിന്നെ പ്ലാസ്ത ഗ്രേവിലെ കവലയിൽ സ്ഥാപിച്ചിട്ടുള്ള കഴുമരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അതിനു മുമ്പ് ഒരു തീരുമാനമെടുക്കാൻ ഇനിയും നിനക്ക് സമയമുണ്ട്. ഒരു ദിവസമെങ്കിലും നിനക്ക് എന്നോടൊത്ത് കഴിഞ്ഞുകൂടെ? അതിനുശേഷം വേണമെങ്കിൽ നീ എന്നെ വെറുത്തുകൊള്ളൂ. എനിക്കതിൽ വിഷമമുണ്ടായിരിക്കില്ല. നീ എന്നെ ദയവായി കൈയൊഴിയരുത്. ഒരു ഭ്രാന്തനെ പോലെ പെട്ടെന്ന് അദ്ദേഹം അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിച്ചു. അവൾ സകല കഴിവും ഉപയോഗിച്ച് ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചു. അവൾ ദൃഢമായി ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ചോദിച്ചു, പറയൂ, എൻ്റെ ഫാബുവിന് എന്തു പറ്റി? പുരോഹിതൻ വളരെ ലാഘവത്തോടെ അതിന് മറുപടി പറഞ്ഞു, അവൻ മരിച്ചുപോയി. വികാരങ്ങളെല്ലാം തണുത്തുറഞ്ഞതുപോലെ അവൾ ചോദിച്ചു, പിന്നെ എന്തിന് ഞാൻ മാത്രം ജീവിച്ചിരിക്കണം? അവളുടെ ചോദ്യം ആർച്ച് ഡീക്കൻ കേട്ടില്ല. സ്വയം സംസാരിക്കുന്നത് പോലെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കത്തിയുടെ മുന അവൻ്റെ ഹൃദയം തളച്ചിരുന്നു. അവൻ മരിച്ചിരിക്കണം. ലായ്സ് മറാൽദ ക്രുദ്ധസിംഹിയെപ്പോലെ ആർച്ച് ഡീക്കൻ്റെ നേർക്ക് പാഞ്ഞു ചെന്നു. അവൾ അതിമാനുഷമായ ശക്തിയോടെ പുരോഹിതനെ കൽപ്പിടിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അലറി, ദുഷ്ടനായ കൊലപാതകി, ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഭാര്യയാകില്ല. പുരോഹിതൻ എഴുന്നേറ്റ് റാന്തലും എടുത്തുകൊണ്ട് കൽപ്പടി കയറി സൂത്രവാതിലിനടുത്തേക്ക് ചെന്നു. അത് തുറന്ന് അപ്പുറത്തേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം മുഖം കൽപ്പടിയിലേക്ക് കുനിക്കുന്നത് അവൾ കണ്ടു. അപ്പോൾ ആ മുഖം ഒരു പിശാചിൻ്റേതായിരുന്നു. കോപവും നിരാശയും ഇടകലർന്ന സ്വരത്തിൽ അദ്ദേഹം ആവർത്തിച്ചു, അവൻ മരിച്ചുപോയി. ലായസ് മറാൽദ ബോധം ക്ഷയിച്ച് മുഖം തറയിലടിച്ചു വീണു. വീണ്ടും ആ ഇരുട്ടറ അഗാധമായ അന്ധകാരത്തിലാണ്ടു. നീലാകാശത്തിൽ മെയ് മാസത്തിലെ സൂര്യൻ ഉദിച്ചുയർന്നൊരു പ്രഭാതത്തിൽ റോളൻസ് ടവറിലെ സന്യാസിനി വണ്ടിച്ചക്രങ്ങളുടെ ശബ്ദവും
കുതിരകളുടെ കുളമ്പടിയൊച്ചയും കുറ്റവാളികളെ ബന്ധിക്കാറുള്ള ഇരുമ്പ് ചങ്ങലയുടെ കിലുകിലുക്കവും കേട്ടിട്ടും കാര്യമായി ശ്രദ്ധിച്ചില്ല. അവർ അപ്പോൾ തൻ്റെ കാണാതായ മകൾ ധരിക്കാറുള്ള ചെരുപ്പിനെ ഉമ്മ വയ്ക്കുകയും എന്തൊക്കെയോ പുലമ്പുകയും ചെയ്യുകയായിരുന്നു. വാസ്തവത്തിൽ ആ ചെരുപ്പിന് മധുരിമ തുളുമ്പുന്ന ഇളം പൈതലിനെ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അവർ മനസ്സിൻ്റെ തിരശ്ശീലയിൽ തെളിഞ്ഞു മിന്നിയ കുഞ്ഞിനെ കണ്ട് നെടുവീർപ്പിട്ടുകൊണ്ട് സ്വയം പറഞ്ഞു, എൻ്റെ ദൈവമേ, അവളുടെ പൂ പോലെ മൃദുലവും മനോഹരവുമായ പിഞ്ചുകാലുകളിൽ ഭംഗിയുള്ള ഈ ചെരുപ്പണിയിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ അതുവഴി കടന്നു പോകുന്ന കുട്ടികളുടെ സംസാരം അവർ കേൾക്കാനിടയായി. ഇന്ന് ഈജിപ്തുകാരിയെ തൂക്കിക്കൊല്ലും. സിസ്റ്റർ ഗുദ്ദൂൾ ജനാലയ്ക്കരികിൽ ചെന്ന് കൗതുകത്തോടെ പുറത്തേക്ക് നോക്കി. പുറത്ത് ജനാലയ്ക്കടുത്ത് കവലയിലേക്ക് നോക്കിക്കൊണ്ട് നിന്നിരുന്ന ആർച്ച് ഡീക്കനെ അവർ കണ്ടു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖം മ്ലാനമായിരുന്നു. അവർ അദ്ദേഹത്തോട് തിരക്കി, അച്ചോ, ഇന്ന് ആരെയാണ് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്നത്? എനിക്കറിഞ്ഞുകൂടാ, പുരോഹിതൻ പറഞ്ഞു. ഉടൻ തന്നെ സിസ്റ്റർ ഗുദ്ദൂൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഒരു ഈജിപ്തുകാരിയെ തൂക്കിക്കൊല്ലാൻ പോകുന്നുവെന്ന് ചില കുട്ടികൾ പറയുന്നത് കേട്ടു. ജിപ്സികൾ ദുർമന്ത്രവാദികളാണ്. അവരാണ് എൻ്റെ കുഞ്ഞിനെ കൊന്നു തിന്നത്. എൻ്റെ കുഞ്ഞിനോട് അവർ ക്രൂരത കാട്ടിയില്ലായിരുന്നുവെങ്കിൽ അക്കാണുന്ന ജിപ്സി പെണ്ണിനോളം പ്രായമായേനെ. ജിപ്സികളെ കാണുമ്പോൾ എൻ്റെ രക്തം മുഴുവൻ തിളച്ചു പോകുന്നു. അത് കേട്ട് ആർച്ച് ഡീക്കൻ നിർവികാരനായി പറഞ്ഞു, എങ്കിൽ സിസ്റ്ററിന് ആഹ്ലാദിക്കാൻ വകയുണ്ട്. ഈജിപ്തുകാരെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള ഒരുക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം സാവധാനം നടന്നു നീങ്ങി. ഏകാന്തവാസിനി തൻ്റെ അറയ്ക്കുള്ളിൽ വിശന്ന് എരിപുരി കൊള്ളുന്ന ഒരു ചെന്നായുടെ ഭ്രാന്തമായ പാരവശ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ആർച്ച് ഡീക്കൻ തീർച്ചപ്പെടുത്തിയതും പ്രത്യാശിച്ചതും ക്യാപ്റ്റൻ ഫാബു മരിച്ചു എന്നാണ്. മാരകമായി മുറിവേറ്റിരുന്ന സൈനിക ഉദ്യോഗസ്ഥനെ കാവൽഭടന്മാർ നഗരത്തിലെ പ്രധാന ഡോക്ടറുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ജീവിക്കുമെന്ന കാര്യം ഡോക്ടർക്ക് പോലും സംശയമായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും വൈദിക കോടതി അധ്യക്ഷൻ്റെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് ഭയന്ന അദ്ദേഹം തനിക്ക് ഒരുവിധം സുഖമുണ്ടെന്ന് തോന്നിയ ദിവസം ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഫീസ് മേശപ്പുറത്ത് വെച്ചിട്ട് കടന്നുകളഞ്ഞു. കോടതിയിൽ ചെന്ന് മുഖം കാണിക്കാൻ അദ്ദേഹം മിനക്കെട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം കരുതി. അതൊന്നും കേസിൻ്റെ നടത്തിപ്പിനെ ബാധിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ജഡ്ജിമാർക്ക് ഫാബു മരിച്ചുപോയി എന്നതിന് വേണ്ടുവോളം തെളിവുണ്ടായിരുന്നു. ലായസ് മറാൽദ അദ്ദേഹത്തെ കൊന്നു എന്നതിനും കോടതിക്ക് മതിയായ തെളിവുണ്ടായിരുന്നു. കൂടാതെ കഴിവിലേറ്റൽ പാരീസ് ജനതയ്ക്ക് നിത്യസംഭവമായിരുന്നതിനാൽ പ്രശ്നത്തിൻ്റെ നൂലാമാലകളിലേക്ക് കടക്കുന്നതിന് ആരും താൽപ്പര്യം കാണിച്ചതുമില്ല. ക്യാപ്റ്റൻ ഫാബു നേരെ സൈനിക താവളത്തിലേക്കാണ് പോയത്. പട്ടാള ക്യാമ്പിൽ 2 മാസത്തോളം പുറത്തേക്കൊരിടത്തും പോകാതെ കഴിച്ചുകൂട്ടി. ലായസ് മറാൽദയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തൻ്റെ പേര് ആളുകൾ ഉച്ചരിക്കുന്നത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടമല്ലാതിരുന്നതിനാൽ കുറേ നാളത്തേക്ക് മനഃപൂർവ്വം ഒതുങ്ങിക്കഴിഞ്ഞു. മുഷ്ടിലകറ്റാൻ അദ്ദേഹം ഒരു ദിവസം തൻ്റെ പ്രതിശ്രുത വധുവായ പ്ലർദേലിയുടെ ഭവനത്തിലേക്ക് പോകാനുറച്ചു. നോത്രദാം പള്ളിയുടെ മുന്നിലെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം തടിച്ചു കൂടിയിരിക്കുന്നത് കണ്ടു. ഉത്സവം നടക്കുകയായിരിക്കും എന്ന് വിചാരിച്ച് തിരിഞ്ഞു നിൽക്കാതെ അദ്ദേഹം കാമുകിയുടെ ഭവനത്തിലേക്ക് നടന്നു. അദ്ദേഹം ഇന്ന് വരും, നാളെ വരും എന്ന് നാളുകളായി പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്ന പ്ലർദേലി ക്യാപ്റ്റൻ ഫാബു വരുന്നത് കണ്ട് അളവറ്റ് ആനന്ദിച്ചുവെങ്കിലും നീണ്ട ഇടവേളയെപ്പറ്റി പെട്ടെന്നോർത്ത് പരിഭവസ്വരത്തിൽ പറഞ്ഞു, ഇത്രയും നാൾ എവിടെയായിരുന്നു? സംശയത്തിന് ഇട കൊടുക്കാത്ത രീതിയിൽ അദ്ദേഹം പറഞ്ഞു, പട്ടാളത്താവളത്തിൽ ഒരു പ്രത്യേക പരിശീലനത്തിന് വിളിച്ചിരുന്നു. പോകാതിരിക്കാനാവില്ലല്ലോ. കൂടാതെ മിലിറ്ററി ആസ്പത്രിയിൽ കുറേ ദിവസം കിടക്കേണ്ടതായും വന്നുകൂടി.
ഒരു ലഫ്റ്റനന്റുമായി ഇടച്ചിലുണ്ടായി. എന്നോട് കളിച്ചതിന് അയാൾക്ക് ശരിക്ക് കിട്ടി. എനിക്കൊരു ചെറിയ പരിക്കേ കിട്ടിയുള്ളൂ. എങ്കിലും ഗുരുതരമായ പരിക്കാണ് എനിക്ക് കിട്ടിയതെന്ന് അധികാരികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കുറച്ചു ദിവസം ആസ്പത്രിയിലും കഴിച്ചു കൂട്ടേണ്ടി വന്നു. സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞതെല്ലാം അവൾ അപ്പാടെ വിശ്വസിച്ചു. ആളുകൾ കവലയിൽ എന്തിന് തിങ്ങിക്കൂടി നിൽക്കുന്നുവെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ അദ്ദേഹം മട്ടുപ്പാവിനടുത്തുള്ള മുറിയിലെ കിളിവാതിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൾ പറഞ്ഞു, ഏതോ ഒരു ദുർമന്ത്രവാദിനിയെ ഇന്ന് പള്ളിനടയിൽ വെച്ച് പ്രായശ്ചിത്തം ചെയ്യിക്കുന്നുണ്ടെന്ന് കേട്ടു. ക്യാപ്റ്റൻ ഉത്കണ്ഠാകുലനായി ചോദിച്ചു, അതിന് തക്ക എന്തു കുറ്റമാണ് അവൾ ചെയ്തത്? അവൾ കഴുത്ത് വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നും എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ അവളെ ഓർക്കുന്നില്ലേ? ഫ്ലെർദേലിയുടെ തുടർന്നുള്ള ചോദ്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അദ്ദേഹം അടുത്ത മുറിയിലേക്ക് പോകുന്നത് കണ്ട അവൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ചോദിച്ചു, നിങ്ങൾ എന്തിനാണിങ്ങനെ പരുങ്ങുന്നത്? ഒരു കൃത്രിമ ചിരിയോടെ ക്യാപ്റ്റൻ പറഞ്ഞു, ഞാൻ എന്തിനു പരുങ്ങണം? എങ്കിൽ നിൽക്കൂ, മുഴുവനും തീരുന്നതുവരെ ഇവിടെ തന്നെ നിന്ന് കാണാം. അവൾ അല്പം അധികാരസ്വരത്തിൽ പറഞ്ഞു. കാമാർത്തനായ അദ്ദേഹം അവളെ കടന്നു പിടിക്കാൻ ആഞ്ഞപ്പോൾ അവൾ പിറകിലേക്ക് ഒഴിഞ്ഞു മാറി. അവൾ അദ്ദേഹത്തോട് പറഞ്ഞു, താമസിയാതെ നമ്മൾ വിവാഹിതരാകും. അതുവരെ കാത്തിരിക്കൂ. അതിരിക്കട്ടെ, ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്നോട് സത്യം പറയുമോ? എന്തുകൊണ്ടോ നിങ്ങളോടത് ചോദിക്കാൻ എൻ്റെ മനസ്സ് നിർബന്ധിക്കുന്നു. ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ മറ്റാരെങ്കിലും പ്രേമിച്ചിട്ടില്ലെന്ന് സത്യം ചെയ്യാമോ? പായറ്റി തെളിഞ്ഞ ഒരു വിരുദ്ധനായിരുന്നു ഫാബു. അതുകൊണ്ട് പെട്ടെന്ന് മറുപടി പറയാൻ യാതൊരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിനുണ്ടായില്ല. പോരാഞ്ഞിട്ട് ഇതിനകം തന്നെ എത്രയോ സുന്ദരികളോട് ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് തഴമ്പിച്ച നാക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ചെറു ചിരിയോടെ ആത്മാർത്ഥതയും മാധുര്യവും കലർന്ന സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഹൃദയമാകെ അലയടിക്കുന്ന പ്രേമസാഗരത്തിൻ്റെ ആഴം നിനക്ക് എങ്ങനെ അളക്കാൻ കഴിയും? അതത്രയ്ക്കും അഗാധമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഫ്ലെർദേലി, ഞാൻ നിന്നെയല്ലാതെ ഈ ഭൂമുഖത്ത് ഒരു സ്ത്രീയെയും പ്രേമിച്ചിട്ടില്ല. നീ തന്നെയാണ് എൻ്റെ എല്ലാം, എൻ്റെ എല്ലാം. സംശയത്തിൻ്റെ മൂടൽ മഞ്ഞിൽപ്പെട്ട് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ യഥാർത്ഥ രൂപം കാണാതെ പോയല്ലോ എന്നോർത്ത് അവൾ ദുഃഖിതയായി. അതിനിടയിൽ എന്തോ ആവശ്യത്തിനായി അവളുടെ അമ്മ പുറത്തേക്കിറങ്ങി. ആ സമയത്ത് പ്രേമലോലനായ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വികാരത്തിന് ചൂടുപിടിക്കുകയും അല്പം കഴിഞ്ഞ് കത്തിയെരിയുകയും ഒട്ടും വൈകാതെ ഉള്ളിലാകെ ആളിക്കത്തി പടർന്നു പിടിക്കുകയും ചെയ്തു. അത് മനസ്സിലാക്കിയ ഫ്ലെർദേലി നിരത്തിലൂടെ പോകുന്ന ആളുകൾ കാണും വിധം മട്ടുപ്പാവിൻ്റെ കൈവരിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. കാമപരവശനായ അദ്ദേഹം ആകെ കുഴഞ്ഞു വലഞ്ഞു, ദുഃഖിതനായി. അന്നേരം നോത്രദാം പള്ളിയിലെ ഭീമാകാരമായ മണി അത്യുച്ചത്തിൽ 12 പ്രാവശ്യം മുഴങ്ങി. മണിമുഴക്കം നിലച്ചുടൻ തന്നെ ജനക്കൂട്ടത്തിൻ്റെ ആർപ്പുവിളികളുടെ ആരവമുയർന്നു. അവിടെ നിൽക്കുകയായിരുന്ന അക്ഷമരായ ആളുകൾ ഏകസ്വരത്തിൽ പറഞ്ഞു, അതാ ലായസ് മറാൽദ. മട്ടുപ്പാവിൽ നിന്നിരുന്ന ഫ്ലെർദേലിയുടെയും ക്യാപ്റ്റൻ്റെയും ശ്രദ്ധ കവലയിലേക്ക് തിരിഞ്ഞു. ആ സമയത്ത് ഒരു വണ്ടി കവലയിൽ വന്നു നിന്നു. അതിനു ചുറ്റും കുറെ കുതിരപ്പട്ടാളക്കാർ ഉണ്ടായിരുന്നു. ലായസ് മറാൽദയുടെ കൈ രണ്ടും ശരീരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരുന്നു. അവൾ സമൃദ്ധമായ നീണ്ട തലമുടി കൊണ്ട് മാറും മുഖവും മറച്ചിരുന്നു. അവളുടെ കാൽ ചൂട്ടിൽ ആട്ടിൻകുട്ടിയെ കെട്ടിയിരുന്നു. അത് കണ്ടിട്ട് ഫ്ലെർദേലി വെറുപ്പോടെ ഉറക്കെ പറഞ്ഞു, വൃത്തികെട്ടവൾ. തിരിഞ്ഞ് ക്യാപ്റ്റനോട് ചോദിച്ചു, നിങ്ങൾക്ക് കാണണമെന്നില്ലേ? പെട്ടെന്ന് ക്യാപ്റ്റൻ്റെ മുഖത്തിന് മങ്ങലേറ്റു. അദ്ദേഹം ഒന്നും അറിയാത്ത ഒരു ശുദ്ധഗതിക്കാരനെ പോലെ ചോദിച്ചു, ഏത് ജിപ്സി പെണ്ണിൻ്റെ കാര്യമാണ് നീ ഈ സംസാരിക്കുന്നത്? തടവ് പുള്ളി തല കുനിച്ചിരുന്ന് കണ്ട് അദ്ദേഹത്തിന് ധൈര്യം കുറെയൊക്കെ വീണ്ടെടുക്കാൻ കഴിഞ്ഞു. അത് ലായസ് മറാൽദ തന്നെ, സംശയമില്ല.
എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിച്ചു. മനോഹരിയും നിസ്സഹായമായ അവളെ തൂക്കിലേറ്റാൻ കൊണ്ടുവരുന്നത് കണ്ട് കഠിന ഹൃദയമുള്ളവർ പോലും കരുണാർദ്രരായി. അവളുടെ വണ്ടി നോത്രദാം പള്ളിയുടെ മുന്നിലെത്തിയപ്പോൾ പള്ളിയിലെ വലിയ വാതിൽ അവൾക്കു വേണ്ടി തുറന്ന നിമിഷം അൾത്താരയിൽ നിന്നുകൊണ്ട് ഒരു പട്ടക്കാരൻ ദുഃഖകരമായ ഒരു നേർച്ചഗാനം ആലപിക്കാൻ തുടങ്ങി. അന്നേരം ലായസ് മറാൽദയുടെ വിളറിയ ചുണ്ടുകൾ പ്രാർത്ഥിക്കുന്നതുപോലെ അനങ്ങി. വണ്ടിയിൽ നിന്നിറങ്ങുന്നതിന് അവളെ സഹായിച്ച ആരാച്ചരുടെ സിൽബന്തി അവൾ പതിഞ്ഞ സ്വരത്തിൽ ഫാബു ഫാബു എന്ന് ഉരുവിടുന്നത് കേട്ടു. അയാൾ അവളെ പരിപരുത്ത നിരത്തിൽ കൂടി പള്ളിയുടെ പൂമുഖത്ത് കയറ്റാനുള്ള കൽപ്പടികളുടെ ചൂട്ടിലേക്ക് നഗ്നപാതയായി നടത്തിച്ചു കൊണ്ടുപോയി. പെട്ടെന്ന് പള്ളിയിലെ പാട്ട് നിലച്ചു. അപ്പോൾ പുരോഹിതന്മാരുടെ ഒരു നീണ്ട ഘോഷയാത്ര കീർത്തനം പാടിക്കൊണ്ട് മന്ദഗതിയിൽ തടവുകാരിയുടെ നേർക്കു വന്നു. അവർ ആൾക്കൂട്ടത്തിൻ്റെയും പുരോഹിതന്മാരുടെയും കൺമുമ്പിൽ നിരന്നു നിൽക്കുന്നതിനിടയിൽ അവളുടെ കണ്ണുകൾ ഘോഷയാത്രയുടെ ഏറ്റവും മുമ്പിലുണ്ടായിരുന്ന ആളുടെ മേൽ ആണിത്തറച്ചതുപോലെ പതിച്ചു. അവൾ അടിമുടി വിറച്ചുകൊണ്ട് സ്വയം മന്ത്രിച്ചു, അത് വീണ്ടും ആ പുരോഹിതൻ. ആ സമയത്ത് ആർച്ച് ഡീക്കിൻ്റെ മുഖം വല്ലാതെ വിളറിയിരുന്നു. ഒരു പുരോഹിതൻ ഭാരിച്ച മഞ്ഞ നിറത്തിലുള്ള കത്തിച്ചൊരു മെഴുകുതിരി ലായസ് മറാദിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. പ്രായശ്ചിത്തം ചെയ്യേണ്ട വിധം വൈദിക കോടതിയിലെ ഗുമസ്തൻ വായിച്ചു കൊടുത്തത് അവൾ കേട്ടില്ല. ഒടുവിൽ അവളോട് ആമേൻ എന്ന് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ ആ വാക്ക് ഏറ്റു പറയുക മാത്രം ചെയ്തു. ഉടൻ തന്നെ അവളെ ബന്ധവസിൽ വെച്ചിരിക്കുന്നവരോട് പിൻവാങ്ങിക്കൊള്ളാൻ ആർച്ച് ഡീക്കൻ ആംഗ്യം കാണിച്ചു. പിന്നീട് അദ്ദേഹം അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ കൊടിയ വിപത്തിൽ അകപ്പെട്ടിരുന്ന ആ അവസരത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കാമപരവശതയോടെ അവളുടെ നഗ്നമായ കണങ്കാലുകളിൽ കിടന്നുരുണ്ടു. അതേസമയം അദ്ദേഹം അവളോട് മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി ഉറക്കെ ചോദിച്ചു, നിന്റെ തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നീ മാപ്പ് ചോദിച്ചു കഴിഞ്ഞുവോ? ഇത്രയും മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം അദ്ദേഹം അവൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന പതിഞ്ഞ സ്വരത്തിൽ മന്ത്രിച്ചു, ഇനിയും സമയമുണ്ട്. എനിക്ക് വിധേയയായാൽ മതി. നിന്നെ എനിക്ക് രക്ഷിക്കാൻ കഴിയും. ഒരു നിമിഷം പോലും ആലോചിക്കാൻ സമയമെടുക്കാതെ അവൾ സ്വരം താഴ്ത്തി പറഞ്ഞു, നിങ്ങളുടെ മുഖം കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. ഞാൻ എല്ലാം ജനങ്ങളെ അറിയിക്കും. അത് കേട്ട് നിരാശനായി തീർന്ന അദ്ദേഹം അവൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന സ്വരത്തിൽ പറഞ്ഞു, നീ എന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും അതാളുകൾ വിശ്വസിക്കില്ല. ലോകത്തിൻ്റെ കണ്ണിൽ നീ ദുർമന്ത്രവാദിനിയും ദുഷ്ടയും നീചയും എന്തും ചെയ്യാൻ മടിക്കാത്തോളുമാണ്. അത് നീ മറക്കരുത്. ഞാൻ ചോദിച്ചതിന് ഈ നിമിഷം എനിക്ക് മറുപടി കിട്ടണം. മറുപടി ആശാവഹമാണെങ്കിൽ മരണക്കുരുക്കിൽ നിന്ന് നീ രക്ഷ നേടും. അദ്ദേഹം പൈശാചികമായി അവളുടെ നേർക്ക് നോക്കി പല്ലിളിച്ച് കാണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ചോദിച്ചു, വേഗം പറ, നീ എന്നെ സ്വീകരിക്കുമോ എന്ന്. ഞാൻ അവസാനമായി ചോദിക്കുകയാണ്. അവൾ ചോദ്യം കേട്ട ഭാവം പോലും കാണിക്കാതെ ചോദിച്ചു, നിങ്ങൾ എൻ്റെ ഫാബുവിനെ എന്തു ചെയ്തു? അവൻ മരിച്ചുപോയി. അത് പറഞ്ഞ നിമിഷം ആർച്ച് ഡീക്കൻ അവിചാരിതമായി തല പൊക്കിയപ്പോൾ ആ സ്ഥലത്തിൻ്റെ മറുവശത്ത് ക്യാപ്റ്റൻ ഫാബു ഒരു യുവതിയെ ഒരുമിച്ച് മട്ടുപ്പാവിൽ നിൽക്കുന്നത് കണ്ട് അടിമുടി വിറച്ചുപോയി. അദ്ദേഹം കൈകൊണ്ട് കണ്ണു തുടച്ചിട്ട് വീണ്ടും നോക്കി. അതെ, അത് ക്യാപ്റ്റൻ ഫാബു തന്നെ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉത്കടമായ മനക്ഷോഭം നിഴലിച്ചു. ക്രോധാവശ്യത്താൽ പല്ല് കടിച്ചുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്നത്ര പതിഞ്ഞ സ്വരത്തിൽ ലായസ് മറാൽദയുടെ മുഖത്ത് നോക്കി ശപിച്ചു, നീ തുലഞ്ഞു പോകട്ടെ. എന്നിട്ട് അവളുടെ തലയ്ക്ക് മീതെ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് ജനങ്ങൾ കേൾക്കാൻ വേണ്ടി ഈ വാക്കുകൾ അദ്ദേഹം ഉറക്കെ ഉച്ചരിച്ചു, ഇപ്പോൾ ആപത്ഗ്രസ്തമായിരിക്കുന്ന നിന്റെ ആത്മാവ് നിന്നെ വിട്ടുപോകട്ടെ. ദൈവം നിന്നോട് കരുണയുള്ളവനാകട്ടെ.
ആർച്ച് ഡീക്കൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ച ഉടൻ തന്നെ പുരോഹിത സംഘം പറഞ്ഞു, ദൈവമേ കരുണയുണ്ടാകണമേ. ക്ഷോഭിച്ച കടലിൻ്റെ ഇരമ്പൽ പോലെ ജനസഞ്ചയം അതേറ്റു പറഞ്ഞു, ദൈവമേ കരുണയുണ്ടാകണമേ. ആമേൻ എന്ന് ആർച്ച് ഡീക്കനും പറഞ്ഞുകൊണ്ട് തടവുകാരുടെ നേർക്ക് പുറംതിരിഞ്ഞു നിന്നു. തല നെഞ്ചത്ത് കുനിച്ചു വെച്ച് അദ്ദേഹം വീണ്ടും പുരോഹിത സംഘത്തോടൊപ്പം പള്ളിക്കുള്ളിലേക്ക് പോവുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ആളുകളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു. അപ്പോൾ പള്ളി ഗായക സംഘം വേദനാമയമായ ഒരു ഗാനം ആലപിക്കുകയായിരുന്നു. വൈദിക കോടതിയിലെ മഹാരാജാവിൻ്റെ അഭിഭാഷക പ്രതിനിധി ഷാകെ ഷൊർമോളുവിൻ്റെ നിർദ്ദേശപ്രകാരം ആരാച്ചാരും അയാളുടെ സഹായികളും ചേർന്ന് ലായസ് മറാൾദയുടെ കൈ രണ്ടും വീണ്ടും വരിഞ്ഞുകെട്ടി വണ്ടിയിൽ കയറ്റി. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അവളുടെ അവസാന ഘട്ടത്തിലേക്കുള്ള പുറപ്പാടായിരുന്നു അത്. വണ്ടിയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അവൾ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് കല്ലിനെ പോലും കരയിപ്പിക്കുന്ന വിധം കരഞ്ഞുകൊണ്ടിരുന്നു. ആ നിമിഷം അവളുടെ ദൃഷ്ടി മുൻവശത്തുള്ള ഒരു കെട്ടിടത്തിൻ്റെ മട്ടുപ്പാവിൽ പതിച്ചു. പെട്ടെന്ന് അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിലും മ്ലാനമുഖത്തും സന്തോഷത്തിൻ്റെ ഒളിവീശി. ആകസ്മികവും അപ്രതീക്ഷിതവുമായ ഈ ഭാവമാറ്റം കാണികളെ വിസ്മയം കൊള്ളിച്ചു. അവൾക്ക് മട്ടുപ്പാവിലേക്ക് വീണ്ടും വീണ്ടും നോക്കാനല്ലാതെ വികാര പാരവശ്യത്താൽ സ്വന്തം നാവു ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് മട്ടുപ്പാവിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു, ഫാബു, ഫാബു. അവൾ വീണ്ടും വിളിച്ചുകൊണ്ട് കൈ വീശി ക്യാപ്റ്റൻ്റെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ മുറുക്കത്തിൽ വരിഞ്ഞു കെട്ടിയിരുന്ന കൈ മാത്രം ചലിച്ചില്ല. അപ്പോഴെല്ലാം അജ്ഞാതമായ ഏതോ ശക്തിയുടെ പ്രചോദനത്താൽ ആവേശം ഉൾക്കൊണ്ട അവൾക്ക് വീണ്ടും ജീവിതത്തോട് എന്തെന്നില്ലാത്ത അഭിനിവേശം തോന്നി. അവൾ നിസ്സഹായയായി വാടിത്തളർന്ന മുഖവുമായി അദ്ദേഹത്തെ വീണ്ടും നോക്കിയപ്പോൾ കണ്ടത് അദ്ദേഹം പുരികങ്ങൾ ചുളിക്കുന്നതും അടുത്തു നിന്നിരുന്ന ചെറുപ്പക്കാരിയായ സുന്ദരി അദ്ദേഹത്തെ കോപത്തോടും നിന്ദിയോടും കൂടി നോക്കുന്നതുമാണ്. ഫാബു ഏതോ വാക്കുകൾ ഉച്ചരിച്ചു. പക്ഷേ ലായസ് മറാൾദ അകലെയായിരുന്നതിനാൽ അവൾക്ക് കേൾക്കാനായില്ല. അവർ രണ്ടുപേരും ഉടൻ തന്നെ മട്ടുപ്പാവിനടുത്തുള്ള മുറിയിൽ കയറി ജനാലകൾ അടച്ചു. ഒരു ഭ്രാന്തിയെപ്പോലെ മട്ടുപ്പാവിലേക്ക് നോക്കി അവൾ നിലവിളിച്ചു പറഞ്ഞു, ഫാബു, അങ്ങും എന്നെ വിശ്വസിക്കുന്നില്ലേ? അവളുടെ ആഘാതം സഹിക്കാനാവാത്തവണ്ണം അത്രമാത്രം ശക്തിയേറിയതായിരുന്നു. അവൾ ബോധം കെട്ട് നിലത്ത് വീണു. ഷാകെ ഷാർമാളു ആജ്ഞാപിച്ചു, ഇവളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകുവിൻ. ആ സമയത്തെല്ലാം പള്ളിയുടെ പ്രധാന കവാടത്തിന് മുമ്പിലുള്ള ഒരു നെടും തൂണിന് സമീപത്ത് വിചിത്രാകൃതിയിലുള്ള ഒരു പ്രേക്ഷകൻ നിന്നിരുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അവൻ അല്പം മുമ്പ് ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ നിരത്തുവരെ എത്തുന്ന ഒരു കയർ ഗാലറിയിലെ ചെറിയ തൂണുകളിലൊന്നിൽ മുറുക്കെ കെട്ടിയിടുകയുണ്ടായി. ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് മുമ്പത്തെ പോലെ തന്നെ സംഭവങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടു നിന്നു. ആരാച്ചാരും അയാളുടെ സഹായികളും ചേർന്ന് ഷാർമോളുവിൻ്റെ ആജ്ഞ അനുസരിക്കാൻ തയ്യാറായ നിമിഷത്തിൽ അവൻ മിന്നൽ വേഗത്തിൽ ഗാലറിയുടെ കൈവരി ചാടിക്കടന്നു. കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ അവൻ പാദങ്ങളും മുട്ടുകളും കൈകളും കൊണ്ട് കയറിൽ മുറുകെ പിടിച്ച് പള്ളിയുടെ മുൻഭാഗത്തിലൂടെ താഴോട്ട് തെന്നിപ്പാഞ്ഞിറങ്ങി മേൽക്കൂരയിൽ നിന്നും താഴേക്ക് കുതിച്ച ഒരു പൂച്ചയുടെ വേഗത്തിൽ ആരാച്ചാരുടെയും സഹായികളുടെയും അടുത്തേക്കോടി അവരുടെ അടുത്തെത്തി. തൻ്റെ വലുപ്പമേറിയ ഉരുക്ക് മുഷ്ടികൾ കൊണ്ട് അവരെ ഇടിച്ച് താഴെയിട്ട് ഈജിപ്തുകാരിയെ ഒരു കയ്യിലെടുത്തു കൊണ്ടുപോയി ഒറ്റച്ചാട്ടത്തിന് നോത്രദാം പള്ളിക്കകത്ത് കയറി. ഒരു പെൺകുട്ടി സ്വന്തം പാവയെ എന്ന പോലെ വളരെ ലാഘവത്തോടെ അവൻ യുവതിയെ തലയ്ക്ക് മീതെ പൊക്കി പിടിച്ചുകൊണ്ട് ആരെയും കിടിലം കൊള്ളിക്കുന്ന ഭീകര ശബ്ദത്തിൽ രക്ഷാകേന്ദ്രം, രക്ഷാകേന്ദ്രം എന്ന് വിളിച്ചു പറഞ്ഞു. രക്ഷാകേന്ദ്രം, അതെ രക്ഷാകേന്ദ്രമെന്ന്
ആൾക്കൂട്ടം ആവർത്തിച്ചു. ആയിരക്കണക്കിന് ആളുകൾ അഭിനന്ദന സൂചകമായി കരഘോഷം മുഴക്കിയപ്പോൾ കോസിമോദയുടെ ഒറ്റക്കണ്ണ് ആനന്ദവും അഭിമാനബോധവും കൊണ്ട് തിളങ്ങാൻ തുടങ്ങി. ഷാക്കെ ഷൊർമോളു, ആരാച്ചാർ, സഹായികൾ, ഭടന്മാർ, പൊതുജനങ്ങൾ എന്നിവർക്ക് നിസ്സഹായരായി സ്തോഭജനകവും അത്ഭുതകരവുമായി ഈ രംഗം നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പള്ളിക്കുള്ളിൽ വെച്ച് ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള നിയമമില്ലാത്തതാണ് അതിന് കാരണം. പള്ളിയങ്കണം അത്രയ്ക്ക് പരിഭാവനമായി കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒന്നാണ്. മനുഷ്യന്റെ നീതി അതിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. അക്കാരണത്താൽ പലപ്പോഴും പള്ളി ഒരു രക്ഷാകേന്ദ്രം കൂടിയായിരുന്നു. ആൾക്കൂട്ടത്തിൻ്റെ കയ്യടി മുഴങ്ങിക്കൊണ്ടിരുന്നതിനാൽ അനുകമ്പയും വാത്സല്യവും തിളങ്ങുന്ന മുഖഭാവത്തോടെ ഒരമ്മ സ്വന്തം കുഞ്ഞിനെ എന്ന വണ്ണം അപ്പോഴും ബോധരഹിതയായി വാടിത്തളർന്ന ലായസ് മറാൽദയെ അവൻ്റെ കോണിച്ച നെഞ്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് ഗോപുരമുകളിൽ കയറി നിന്ന് ജനസഞ്ചയത്തെ നോക്കി ഉറക്കെ 3 ആവർത്തി വിളിച്ചു പറഞ്ഞു, രക്ഷാകേന്ദ്രം, രക്ഷാകേന്ദ്രം, രക്ഷാകേന്ദ്രം. ജനക്കൂട്ടം ആർത്തുല്ലസിച്ച് ഹർഷാരവം മുഴക്കിയും കൈകൊട്ടിയും തന്നെ അഭിനന്ദിക്കുന്നത് കണ്ടപ്പോൾ അവന് ജീവിതത്തിൽ ആദ്യമായി സ്വന്തം ശക്തിയും മാഹാത്മ്യവും അനുഭവപ്പെട്ടു. ഏത് സമുദായമാണോ തന്നെ ഇത്രയും നാൾ ബഹിഷ്കരിച്ചത്, അതേ സമുദായത്തിൻ്റെ ആദരവ് പിടിച്ചു പറ്റിയതോർത്ത് അവൻ സ്വയം അഭിമാനിച്ചു. ഗോപുരമുകളിൽ നിന്നിറങ്ങി അവൻ പള്ളിയിലേക്ക് പോയി. ജനക്കൂട്ടത്തിൻ്റെ ആർപ്പുവിളികളും കരഘോഷങ്ങളും തൂക്കുമരത്തിൽ കണ്ണുകൾ തറച്ചുകൊണ്ട് അപ്പോഴും കാത്തുനിന്നിരുന്ന റോളൻസ് ടവറിലെ ഏകാന്തവാസിനിയും കേൾക്കുകയുണ്ടായി. ആർച്ച് ഡീക്കൻ്റെ വളർത്തുപുത്രനായ കോസിമോദോ ലായസ് മറാൽദയെ മോചിപ്പിച്ച അവസരത്തിൽ അദ്ദേഹം നോത്രദാമിൽ ഇല്ലായിരുന്നു. അവളെ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യിപ്പിച്ചതിന് ശേഷം അവളുടെ സുനിശ്ചിതമായ മരണം ഭാവനയിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം പോയത്. വഴിമധ്യേ പല ചിന്തകളും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി. സന്യാസി മഠത്തിൽ എത്തിച്ചേർന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ് നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്നു. എത്ര തന്നെ ശ്രമിച്ചിട്ടും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ലായസ് മറാൽദയെ സ്വന്തം സ്മരണമണ്ഡലത്തിൽ നിന്ന് പുറത്താക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അന്ന് ഉച്ചവരെയും അദ്ദേഹത്തിന് അവളോട് കടുത്ത വിരോധമായിരുന്നു. പക്ഷേ ഇപ്പോഴാകട്ടെ താനാണ് അവളുടെ മരണത്തിന് ഉത്തരവാദി എന്ന ചിന്ത അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി തീർത്തു. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം ആരോടും പറയാതെ സന്യാസി മഠത്തിലെ രഹസ്യവാതിലിൽ കൂടി പുറത്തേക്കിറങ്ങി നടന്നു. തെറീൻ നദിക്കരയിലെത്തിയ ആർച്ച് ഡീക്കൻ കടത്തുകാരനോട് തന്നെ അക്കരെ കൊണ്ടുവിടാൻ ആജ്ഞാപിച്ചു. മനഃശാന്തിക്ക് അദ്ദേഹം കണ്ടെത്തിയ മാർഗം അതായിരുന്നു. സന്ധ്യ കഴിഞ്ഞിട്ടും ആർച്ച് ഡീക്കന് മടങ്ങണമെന്ന വിചാരമില്ലായിരുന്നു. അദ്ദേഹം അങ്ങുമിങ്ങും ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടന്നു. മറക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ തിരശ്ശീലയിൽ വശ്യമനോഹരിയായ ലായസ് മറാൽദയുടെ മോഹന രൂപവും അടുത്ത നിമിഷം കഴുത്തിൽ കുരുക്ക് വീണ് മരണപ്പിടച്ചിൽ നടത്തുന്ന ദയനീയ രൂപവും മാറി മാറി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ നോത്രദാം പള്ളിക്ക് സമീപം മടങ്ങിയെത്തിയ അദ്ദേഹം പതിഞ്ഞ സ്വരത്തിൽ സ്വയം പറഞ്ഞു, ഇന്ന് ഇവിടെ വെച്ചാണ് ആ സംഭവം നടന്നത്. ലായസ് മറാൽദ അന്ത്യയാത്ര പറഞ്ഞ സ്ഥലം. സംഭ്രാന്തനായി തീർന്ന ആർച്ച് ഡീക്കൻ ആകാശത്തിലെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കി കണ്ണ് പൊത്തിക്കൊണ്ട് പള്ളിയുടെ നേർക്കോടി. നോത്രദാം പള്ളി ആടിയുലയുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. നേരെ സന്യാസി മഠത്തിൻ്റെ മുമ്പിലേക്ക് ചെന്നു. വാതിലടച്ചിരുന്നത് കാരണം അദ്ദേഹം സദാ കൊണ്ടു നടക്കാറുള്ള മണിമാളികയുടെ താക്കോൽ ഉപയോഗിച്ച് പള്ളിക്കകത്തേക്ക് പ്രവേശിച്ചു. തത്സമയം നാഴികമണി ഉച്ചത്തിൽ 12 അടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് സമയം അർദ്ധരാത്രിയായി എന്ന് മനസ്സിലായത്. എങ്കിലും ചിന്ത അന്നത്തെ നട്ടുച്ചയെക്കുറിച്ചായിരുന്നു. അദ്ദേഹം സ്വയം മന്ത്രിച്ചു, ശവം ഇതിനകം തണുത്തുറഞ്ഞിരിക്കും. പെട്ടെന്നൊരു കാറ്റ് വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന വിളക്ക് കെടുത്തിക്കളഞ്ഞു.
തൽക്ഷണം മാളികയുടെ എതിർകോണിൽ വെളുത്തൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അതൊരു സ്ത്രീരൂപമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവളുടെ പാർശ്വത്തിൽ ഒരു കോലാടുമുണ്ടായിരുന്നു. അതെ, അതവൾ തന്നെയാണ്. അദ്ദേഹത്തിന് ആ രാത്രി ഒറ്റയ്ക്ക് കഴിയാൻ പേടി തോന്നി. കോസിമോദോ കിടക്കുന്ന മുറിയിൽ ചെന്ന് എങ്ങനെയും നേരം വെളുപ്പിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് പാഞ്ഞു. മധ്യകാലഘട്ടത്തിൽ കഴുമരങ്ങൾ സ്ഥാപിച്ചിരുന്ന സ്ഥലങ്ങളുടെ തൊട്ടടുത്ത് തന്നെ രക്ഷാകേന്ദ്രങ്ങളും സുലഭമായിട്ടുണ്ടായിരുന്നു. കൊട്ടാരങ്ങൾക്കും പള്ളികൾക്കും അഭയം നൽകാനുള്ള അധികാരവുമുണ്ടായിരുന്നു. ലൂയി 11 1467 ഈ അധികാരം പാരീസ് നഗരത്തിനൊട്ടാകെ പ്രദാനം ചെയ്തതായി രേഖകളുണ്ട്. രക്ഷാകേന്ദ്രത്തിൽ കുറ്റവാളിക്ക് എത്ര നാൾ വേണമെങ്കിലും സുരക്ഷിതമായി കഴിയാം. പക്ഷേ പ്രസ്തുത കേന്ദ്രത്തിൻ്റെ വളപ്പിൽ നിന്ന് ഒരടി മുമ്പോട്ട് വെച്ചാൽ കുറ്റവാളിയെ അധികാരിക്ക് പിടിക്കാം. അതിനാലാണ് രക്ഷാകേന്ദ്രങ്ങൾക്ക് സമീപം കഴുമരങ്ങളും നാട്ടിയിരുന്നത്. രക്ഷാകേന്ദ്രവും ഒരു തരത്തിൽ മറ്റൊരു ജയിൽ തന്നെ. പാർലമെന്റ് അതിൻ്റെ പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ രക്ഷാകേന്ദ്രങ്ങളിൽ നിന്ന് അഭയാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പക്ഷേ അത്തരം സംഭവങ്ങൾ വിരളമായിരുന്നു. പരിഭാവനമായി കരുതിപ്പോന്നിരുന്ന രക്ഷാകേന്ദ്രത്തിൻ്റെ വിശുദ്ധിക്ക് ഭംഗം വരുത്തുന്നവർക്ക് ദൈവശിക്ഷ ലഭിക്കുമെന്ന ചിന്ത പാർലമെന്റ് അംഗങ്ങളെ രക്ഷാകേന്ദ്രങ്ങളിൽ കൈ കടത്തുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു. അഭയം തേടി വരുന്നവരെ സ്വീകരിച്ച് താമസിക്കുന്നതിനു വേണ്ടി നോത്രദാം പള്ളിയിലും ഒരു മുറി ഒഴിച്ചിട്ടിരുന്നു. അത് സന്യാസി മഠത്തിന് അഭിമുഖമായിട്ടുള്ള മുറിയായിരുന്നു. കോസിമോദോ മാളികകളിലും ഇടനാഴികളിലും കൂടെ വിജയലഹരിയിൽ മതിമറന്ന് ലായസ് മറാൽഡയെ എത്തിച്ചത് അവിടേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടും അവൾക്ക് ബോധം വീണു കിട്ടിയില്ല. പകുതി ഉണർന്നും പകുതി ബോധം കെട്ടും ഇരുന്ന അവൾക്ക് താൻ അല്പം മുമ്പ് ആകാശത്തിലേക്ക് ഉയരുന്നതായി തോന്നി. എന്നിട്ട് അവിടെ പൊങ്ങി ഒഴുകുന്നത് പോലെ ആരോ തന്നെ ഭൂമിക്ക് മീതെ പൊക്കി പിടിച്ചിരിക്കുന്നതായും അവൾക്ക് അനുഭവപ്പെട്ടു. മറ്റൊന്നും അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. കോസിമോദയുടെ പരുക്കൻ ശബ്ദവും ഉറക്കെയുള്ള ചിരിയും കേട്ട് അവൾ ഉണർന്നു. അവളുടെ തലയ്ക്ക് മീതെ കോസിമോദയുടെ വിരൂപവും ഭീകരവും എന്നാൽ ആഹ്ലാദപൂർണവുമായ മുഖം കണ്ടു. അവളുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു. അല്പം കഴിഞ്ഞ് അവൾ കണ്ണു തുറന്നപ്പോഴും കോസിമോദോ നിൽക്കുന്നത് കണ്ട് അവൻ്റെ നേരെ തിരിഞ്ഞ് അവൾ വിറയാർന്ന സ്വരത്തിൽ ചോദിച്ചു, നിങ്ങൾ എന്തിനെന്നെ രക്ഷപ്പെടുത്തി? എനിക്ക് മരിച്ചാൽ മതി. അവൻ അതിന് മറുപടി പറഞ്ഞില്ല. ഉത്കണ്ഠയോടെ അവളുടെ നേർക്ക് നോക്കുക മാത്രം ചെയ്തു. ആ നോട്ടത്തിൽ അഗാധമായ ദുഃഖം തുളുമ്പി നിന്നു. അവൾ പറയുന്നത് എന്താണെന്ന് അനുമാനിക്കാൻ ശ്രമിക്കുന്നത് പോലുള്ള അവൻ്റെ മുഖഭാവം കണ്ട് അവൾ ചോദ്യം ആവർത്തിച്ചു. വീണ്ടും ദുഃഖത്തോടെ നോക്കി എന്തോ ആലോചിച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. കുറച്ചു കഴിഞ്ഞ് അവൻ വീണ്ടും വന്ന് ഒരു പൊതി അവളുടെ നേർക്ക് എറിഞ്ഞുകൊടുത്തു. അവൾ അതെടുത്ത് തുറന്നു നോക്കി. ഭക്തജനങ്ങൾ പള്ളിയിൽ നടക്കി വെച്ച വസ്ത്രങ്ങളാണ് അതിലുണ്ടായിരുന്നത്. താൻ അർദ്ധനഗ്നിയാണെന്ന കാര്യം അവൾ പെട്ടെന്ന് ഓർത്തുപോയി. ലജ്ജാഭാരം കൊണ്ട് അവളുടെ ശിരസ് താഴ്ന്നു. കോസിമോദോ തൽക്ഷണം തൻ്റെ വലിയ കൈകൊണ്ട് മുഖം മറച്ച് അവിടെ നിന്നും പിൻവാങ്ങി. ലായസ് മറാൽഡ മുഷിഞ്ഞ വേഷം മാറ്റി വെടിപ്പുള്ള വസ്ത്രം ധരിച്ചു. കുറച്ചു കഴിഞ്ഞ് കോസിമോദോ ഒരു പായും ഒരു ചെറിയ കൂടയിൽ ഭക്ഷണവും കൊണ്ടുവന്ന് അവളുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതെടുത്ത് കഴിച്ചിട്ട് ഉറങ്ങിക്കൊള്ളൂ. അവൻ്റെ അത്താഴവും അവന് കിടക്കാനുള്ള പായയുമാണ് അവൻ അവൾക്ക് വേണ്ടി ത്യജിച്ചത്. അവൾ അവന് നന്ദി പറയാൻ തല പൊക്കി അവൻ്റെ നേരെ നോക്കിയെങ്കിലും അവൻ്റെ ഭയാനകമായ വൈരൂപ്യം കണ്ടിട്ട് അവളുടെ നാവിളകിയില്ല. അത് മനസ്സിലാക്കി അവൻ പറഞ്ഞു, എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാകുന്നുവെങ്കിൽ ഒരിക്കലും എന്നെ നോക്കരുത്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ പള്ളി വളപ്പിന് പുറത്തേക്ക് ഒരടി പോലും വച്ചു പോകരുത്. കഴുകന്മാർ നിങ്ങളെ റാഞ്ചിക്കൊണ്ടുപോയി കഴിവിലേറ്റും. അത് സംഭവിച്ചാൽ പിന്നെ
ഞാൻ ജീവനോടെ ഇരിക്കില്ല, തീർച്ച. ഇത്രയും പറഞ്ഞിട്ട് ഒരു നിമിഷം പോലും നിൽക്കാതെ വിഷാദം നിഴൽ വിരിച്ച മുഖവുമായി അവിടെ നിന്നും അവൻ മറഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ അവനോടുണ്ടായിരുന്ന വെറുപ്പ് മഞ്ഞുകട്ട പോലെ ഉരുകിപ്പോയി. അവൾ കഴിഞ്ഞതൊക്കെ മറന്ന് മനോരാജ്യത്തിൽ മുഴുകിയിരുന്നു. അന്നേരം അവളുടെ ദേഹത്ത് ആരോ തൊടുന്നതുപോലെ തോന്നി. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണുകൾ പുറകിൽ നിന്നിരുന്ന ആട്ടിൻകുട്ടിയിൽ പതിച്ചു. അവളുടെ കണ്ണുകൾക്ക് പെട്ടെന്നൊരു തിളക്കം കിട്ടി. അവൾ വാത്സല്യപൂർവ്വം അതിനെ തലോടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ മറന്നുപോയിരിക്കുകയായിരുന്നു, പക്ഷേ നീ എന്നെ തേടി വന്നിരിക്കുന്നു. പിറ്റേന്ന് ഉറക്കമെഴുന്നേറ്റപ്പോൾ താൻ ഉണരാൻ വളരെ വൈകിപ്പോയി എന്ന് അവൾക്ക് മനസ്സിലായി. ജനൽപ്പടിയിലിരിക്കുന്ന കോസിമോദോയെ അവൾ കണ്ടു. അവൾ പേടിച്ച് ഞെട്ടിയപ്പോൾ അവൻ വിഷാദത്തോടെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്, അതുകൊണ്ട് എന്നെ പേടിക്കേണ്ട. ഒരു നിമിഷം എന്തോ ആലോചിച്ചിട്ട് തുടർന്നു, എന്നെ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണടഞ്ഞിരിക്കുമ്പോൾ മാത്രമേ ഞാൻ ഇവിടെ വരൂ. ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോകട്ടെ. അവൻ ഉടൻ തന്നെ പുറത്തേക്കിറങ്ങിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കിനി കണ്ണു തുറക്കാം, ഞാനിപ്പോൾ പുറത്ത് ചുമരിൻ്റെ മറവിലാണ്. അവളുടെ മനസ്സലിഞ്ഞുപോയി. അവൾ അവനോട് അടുത്തേക്ക് വരാൻ പറഞ്ഞു. അവിടെ നിന്നും പോയിക്കൊള്ളാൻ പറയുകയാണെന്ന് കോസിമോദോ തെറ്റിദ്ധരിച്ചു. അവൻ കുറ്റബോധത്തോടെ അവിടെ തന്നെ ഇളകാതെ നിൽക്കുന്നത് കണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൻ്റെ കൈക്ക് പിടിച്ചു കുലുക്കി. അവളുടെ പെരുമാറ്റം അവനെ കോൾമയിർ കൊള്ളിച്ചു. അവൻ അതേ നിൽപ്പിൽ നിന്നു. അവൾ അവനെ അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ പടിക്കപ്പുറം അവൻ കാലെടുത്ത് വെച്ചില്ല. പടിപ്പുറത്ത് ഇരിക്കുകയേ ചെയ്തുള്ളൂ. അവളുടെ സൗന്ദര്യം അവൻ്റെ കണ്ണുകൾക്ക് ഒരു ഉത്സവത്തിൻ്റെ ആനന്ദം പകർന്നു. പെട്ടെന്നവൻ തൻ്റെ വൈരൂപ്യത്തെപ്പറ്റി ബോധവാനായി. അവൻ വേദന കലർന്ന സ്വരത്തിൽ പറഞ്ഞു, എനിക്ക് ചെവി കേൾക്കാൻ പാടില്ല, പക്ഷേ ചുണ്ടനങ്ങുന്നത് കാണുമ്പോൾ, കണ്ണുകളുടെ ഭാവവ്യത്യാസം കാണുമ്പോൾ എനിക്ക് എല്ലാം മനസ്സിലാകും. ചുണ്ടുകളിൽ ഒരു ചെറു പുഞ്ചിരിയോടെ ലായസ് മറാൽദ ചോദിച്ചു, നിങ്ങൾ എന്തിന് എന്നെ രക്ഷപ്പെടുത്തി? പറയാം. ഒരിക്കലൊരു തെമ്മാടി നിങ്ങളെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി. അവനോട് നിങ്ങൾ കരുണ കാട്ടി. ദാഹിച്ചു വലഞ്ഞവന് വെള്ളം കൊടുത്തു. ആ തെമ്മാടി മറ്റാരുമല്ല, ഈ ഞാൻ തന്നെ. നിങ്ങളുടെ ദയയ്ക്ക് പകരം എൻ്റെ ജീവൻ നൽകിയാൽ പോലും അത് അധികമാവില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പോക്കറ്റിൽ കൈയിട്ട് അവനൊരു വിസിലെടുത്ത് ലായസ് മറാൽദയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്കെപ്പോഴെങ്കിലും എൻ്റെ ആവശ്യം വരികയാണെങ്കിൽ ഈ വിസിൽ ഊതിയാൽ മതി. ഇതിൻ്റെ ശബ്ദം എൻ്റെ കാതിൽ തുളച്ചു കയറിക്കൊള്ളും. ദിവസങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ ലായസ് മറാൽദയ്ക്ക് തനിക്കിനി ജീവിതത്തിലൊരിക്കലും നേടാൻ കഴിയുകയില്ല എന്ന് കരുതിയ മനസ്സമാധാനം വീണ്ടെടുക്കാൻ കഴിഞ്ഞു. എന്നിരുന്നാലും അവൾ പലപ്പോഴും മനോരാജ്യത്തിൽ മുഴുകി ഇങ്ങനെ ചിന്തിക്കും, ക്യാപ്റ്റൻ ഫാബുവിനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കും. അതിന് അദ്ദേഹത്തെ എങ്ങനെ കുറ്റപ്പെടുത്താനാകും? ഞാൻ തന്നെയല്ലേ കോടതിയിൽ മൊഴി കൊടുത്തത്. ക്രൂരന്മാർ എന്നെ കീറി മുറിച്ച കഷ്ണങ്ങളാക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അദ്ദേഹം ഇപ്പോൾ എവിടെയായിരിക്കും? അദ്ദേഹം എന്നെ വെറുക്കുന്നുണ്ടാകും. എന്നാലും അദ്ദേഹത്തോടുള്ള എൻ്റെ അനുരാഗത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അന്ന് അദ്ദേഹത്തോടൊപ്പം മട്ടുപ്പാവിൽ നിന്നിരുന്ന ചെറുപ്പക്കാരിയായ സുന്ദരി ആരായിരിക്കും? ഹോ, അത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്. എത്ര നാൾ വേണമെങ്കിലും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കും. അദ്ദേഹം എന്നെങ്കിലും സത്യം മനസ്സിലാക്കും. ഇതുപോലുള്ള പല ചിന്തകളും അവളുടെ മനസ്സിൽ കടന്നുകൂടും. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും ഒരൊറ്റ വാക്കെങ്കിലും ഉച്ചരിക്കാനും വേണ്ടി അവളുടെ ഹൃദയം വെമ്പൽ കൊള്ളും. അത്രയും കൊണ്ട് അദ്ദേഹത്തെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് അവൾ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു.
ഫാബുവിനെ പറ്റിയുള്ള ചിന്തകൾ മനസ്സിൽ നിന്നൊഴിയുമ്പോൾ അവൾ കോസിമോദയെപ്പറ്റി ചിന്തിച്ചു പോകും. ഇതിനകം അവനും അവളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരുന്നു. മനുഷ്യ ജീവിതത്തോട് അവളെ ബന്ധിപ്പിക്കുന്ന ഒരു ചരട് അവൻ മാത്രമായി. അവൾ ചിലപ്പോൾ താൻ എന്തുകൊണ്ട് അവൻ്റെ ന്യൂനതകളുടെ നേരെ കണ്ണടയ്ക്കുന്നില്ലെന്ന് സ്വയം ചോദിക്കും. സന്ദർഭവശാൽ സുഹൃത്താക്കേണ്ടി വന്ന അവനോട് എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൾക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അവൻ കൊടുത്ത വിസിൽ തൊടുക പോലും ചെയ്യാതിരുന്നിട്ടും കോസിമോദോ അവളെ കാണാൻ വരുമായിരുന്നു. അവൾക്ക് ഭക്ഷണം കൊണ്ടുവരും. അപ്പോഴെല്ലാം അവൾ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും വരുത്താതിരിക്കാൻ ശ്രമിക്കും. അതിൽ പരാജയപ്പെടുകയാണ് പതിവ്. അപ്പോൾ അവന് വിഷമം തോന്നിയിരുന്നു. അത് അവൾക്കും അറിവുള്ളതാണ്. ഒരു ദിവസം അവൾ കോലാടിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ അടുത്തുണ്ടായിരുന്ന കോസിമോദോ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ രൂപം ഒരു മനുഷ്യജീവിയുമായി സാമ്യമുള്ളതായി പോയി. അതാണ് എൻ്റെ ഭാഗ്യദോഷം. എൻ്റെ രൂപം ഈ ആട്ടിൻകുട്ടിയുടേതായിരുന്നെങ്കിൽ. അത് കേട്ട് അവൾ അവൻ്റെ നേരെ ആശ്ചര്യത്തോടെ തുറിച്ചു നോക്കി. അവൻ ഉടൻ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഒരു ദിവസം എസ്മറാൽദ ഒരു സ്പാനിഷ് ഗാനം പാടി. കുട്ടിക്കാലത്ത് അവളെ എടുത്തു വളർത്തിയ സ്ത്രീ ആ പാട്ട് പാടിയാണ് അവളെ ഉറക്കിയിരുന്നത്. കോസിമോദോ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൾ പെട്ടെന്ന് പാട്ട് നിർത്തിക്കളഞ്ഞു. അവൻ ഒന്നും മിണ്ടാതെ വാതിക്കൽ കുത്തിയിരുന്ന് നെടുവീർപ്പെട്ടു. അല്പം കഴിഞ്ഞ് അവൻ ചോദിച്ചു, എന്തിന് പാട്ട് മതിയാക്കി കളഞ്ഞു? പിന്നീടൊരു ദിവസം ലാ എസ്മറാൽദ മച്ചിൽ നിലയുറപ്പിച്ചുകൊണ്ട് നിരത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ പുറകിൽ കോസിമോദയും നിന്നിരുന്നു. അവൾ പെട്ടെന്ന് കിടുകിടെ വിറച്ചു. സന്തോഷവും സന്താപവും അവളുടെ മുഖത്ത് മാറി മാറി തിളങ്ങിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾക്ക് ഒരു പുതിയ തിളക്കം കിട്ടിയതുപോലെ അവളുടെ മുഖം തുടുത്തു. അവൾ തൻ്റെ കൈ നിരത്തിന് നേരെ നീട്ടി. വേദനാപൂർണമായ സ്വരത്തിൽ ഉറക്കെ വിളിച്ചു, ഫാബു, ഒന്ന് നിൽക്കൂ, ദൈവത്തെ ഓർത്ത് ഇത് കേൾക്കൂ. കോസിമോദോ കുനിഞ്ഞു നോക്കി. അശ്വാരൂഢനായ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ ആയുധങ്ങളും സൈനിക വേഷവും മിന്നിത്തിളങ്ങുന്നത് കണ്ടു. മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് പുഞ്ചിരി തൂകുന്ന സുന്ദരിയായ ഒരു യുവതിയെ നോക്കി കുതിരപ്പുറത്തിരുന്ന് അയാൾ അഭിവാദനം ചെയ്യുന്നതും കണ്ടു. നിർഭാഗ്യവശാൽ ലാ എസ്മറാൽദയുടെ അപേക്ഷ കേൾക്കാൻ കഴിയാത്തവണ്ണം അകലത്തിലായിരുന്നു അശ്വാരൂഢനായ സൈനിക ഉദ്യോഗസ്ഥൻ. കോസിമോദോ അത് മനസ്സിലാക്കുകയുണ്ടായി. ഒരു നീണ്ട നെടുവീർപ്പ് അവൻ്റെ നെഞ്ചുയർത്തി. ഒരു അപസ്മാരബാധിതനെ പോലെ അവൻ സ്വന്തം മുഷ്ടികൾ കൊണ്ട് തലയിട്ടടിക്കാൻ തുടങ്ങി. ലാ എസ്മറാൽദ അതൊന്നും ഗൗനിച്ചതേയില്ല. കടുത്ത ഹൃദയക്ഷോഭത്തോടെ അവൾ വീണ്ടും ക്യാപ്റ്റനെ വിളിച്ചു. കോസിമോദോ അവളെ സൂക്ഷിച്ചു നോക്കി. സ്നേഹാർദ്രമായ സ്വരത്തിൽ അവൻ അവളോട് ചോദിച്ചു, ഞാൻ പോയി ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടുവരട്ടെ? അത് കേട്ട് ആഹ്ലാദിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഓടിച്ചെന്ന് വേഗം വിളിച്ചുകൊണ്ടുവാ. അവൻ കൽപ്പടികൾ ഇറങ്ങുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ നിലത്തു വീണു. അവൻ നിരത്തിലിറങ്ങി. ഗോന്തലോറിയെ ബംഗ്ലാവിൻ്റെ ഗേറ്റിനടുത്തേക്ക് പാഞ്ഞു. ഗേറ്റിൽ കെട്ടിയിട്ടിരുന്ന കുതിരയല്ലാതെ മറ്റൊന്നും അവന് കാണാൻ കഴിഞ്ഞില്ല. പല ആളുകളും ബംഗ്ലാവിനുള്ളിലേക്ക് പോകുന്നത് അവൻ ശ്രദ്ധിച്ചു. ഒരു വിവാഹത്തോടനുബന്ധിച്ച ഉത്സവമാണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സൈനിക ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് വരുന്നതും കാത്ത് അവൻ നിരത്തിനരികിൽ നിലയുറപ്പിച്ചു. മട്ടുപ്പാവിൻ്റെ അടുത്തുള്ള മുറിയുടെ കിളിവാതിൽ തുറക്കുന്നത് അവൻ കാണാനിടയായി. അവൻ കണ്ടു. മനസ്സിൽ പറഞ്ഞു, അത് ക്യാപ്റ്റൻ ഫാബു തന്നെ. അടുത്ത് മണവാട്ടിയെപ്പോലെ ഒരുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയുമുണ്ട്. കോസിമോദോയ്ക്ക് പ്രസ്തുത രംഗം നിശ്ചലനായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ലാ എസ്മറാൽദ ഈ രംഗം കാണുകയാണെങ്കിൽ അവളുടെ ഹൃദയം തകർന്നു പോകും എന്നവൻ മനസ്സിൽ വിചാരിച്ചു. അല്പം കഴിഞ്ഞ് ക്യാപ്റ്റൻ ഫാബു നിരത്തിലേക്കിറങ്ങി കുതിരപ്പുറത്ത് കയറുന്നത് കണ്ട്
കോസിമോദോ മിന്നൽ വേഗത്തിൽ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് വിളിച്ചു, ക്യാപ്റ്റൻ, നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഒരു യുവതിക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. അവൾ നിങ്ങളെ പ്രേമിക്കുന്നുണ്ടാകും. ക്യാപ്റ്റൻ ചൊടിച്ചുകൊണ്ട് പറഞ്ഞു, താനാള് കേമനാണല്ലോ. ഒരു പെണ്ണിൻ്റെ വക്കാലത്തും കൊണ്ട് വന്നിരിക്കുന്നു. തേവടശ്ശിയുടെ പിറകെ പോകാൻ എനിക്ക് നേരമില്ല. ഒരു വേള നിന്നെപ്പോലെയായിരിക്കും അവളെയും കണ്ടാൽ. എന്ത് പറഞ്ഞുവെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാതെ കോസിമോദോ തുടർന്നു, അവളൊരു ജിപ്സി നർത്തകിയാണ്. ക്യാപ്റ്റൻ ഫാബു പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു, ജിപ്സിയോ? നിങ്ങളേത് നരകത്തിൽ നിന്നാണ് വരുന്നത്? നിർവികാരനായി കോസിമോദോ പറഞ്ഞു, അവൾ നിങ്ങളെ പ്രേമിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടും ഭാഗ്യവാനാണ്. എൻ്റെ കൂടെ പോരൂ. അത് കേട്ട് ദേഷ്യപ്പെട്ട് ക്യാപ്റ്റൻ തൻ്റെ ശക്തി മുഴുവൻ സംഭരിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി കോസിമോദോയുടെ നെഞ്ചത്തടിക്കുകയും കാലുകൊണ്ട് തൊഴിക്കുകയും ചാട്ട കൊണ്ട് പ്രഹരിക്കുകയും ചെയ്തിട്ട് കുതിരയെ പായിച്ച് കടന്നു കളഞ്ഞു. നിരാശനും അപമാനിതനുമായ കോസിമോദോ നോത്രദാമിൽ മടങ്ങിയെത്തി. കയ്യിൽ ഒരു റാന്തലുമേന്തി ഗോപുരമുകളിലേക്ക് ചെന്നു. ലായസ് മറാൽദ അവനെ കണ്ട ഉടൻ തന്നെ അതിയായ ഉത്കണ്ഠയോടെ ചോദിച്ചു, അദ്ദേഹം എവിടെ? നിസ്സഹായനായ കോസിമോദോ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തെ കിട്ടിയില്ല. പോ മറയത്ത്. അത് ഒരലർച്ചയായിരുന്നു. ഒരു വാക്ക് പോലും പറയാതെ അവൻ അവളെ വിട്ടുപോയി. തന്നോട് എങ്ങനെ പെരുമാറിയാലും താൻ അവളെ വേദനിപ്പിക്കില്ലെന്ന് അവൻ മനസ്സിലുറപ്പിച്ചിരുന്നു. ഒരിക്കൽ തന്നോട് ദയ കാണിച്ച അവളോട് അവൻ കടപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം അവൻ ഒരിക്കലും അവളെ കണ്ടില്ല. അവൾ ഉറങ്ങുമ്പോൾ അവൾക്കുള്ള ഭക്ഷണം ജനാലപ്പടിയിൽ കൊണ്ടുവയ്ക്കും. ലായസ് മറാൽദ കുറേ നാളായി കോസിമോദോയെ കാണുകയോ അവൻ്റെ ശബ്ദം കേൾക്കുകയോ ചെയ്തില്ല. അവൻ പള്ളി വിട്ടു പോയതുപോലെ അവൾക്ക് തോന്നി. ഒരു രാത്രിയിൽ സുന്ദരനായ ഫാബുവിനെ പറ്റിയുള്ള മധുര ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ സ്വന്തം മുറിക്കടുക്കൽ ഒരേങ്ങലിൻ്റെ ശബ്ദം അവൾ കേട്ടു. പരിഭ്രമിച്ച് അവൾ എഴുന്നേറ്റ് നോക്കി. വാതിലിന് നേരെ കോസിമോദോ കിടന്നുറങ്ങുന്നത് അവൾ കണ്ടു. ലായസ് മറാൽദ മരിച്ചുപോയി എന്ന് തീർച്ചപ്പെടുത്തിയിരുന്ന ആർച്ച്ഡീക്കന് സ്വന്തം വളർത്തുപുത്രൻ കോസിമോദോ അവളെ അതിശയകരമാവണ്ണം രക്ഷപ്പെടുത്തിയ വിവരം പൊതുജനങ്ങളിൽ നിന്ന് അറിഞ്ഞതു മുതൽ അസ്വസ്ഥതയും പരിഭ്രാന്തിയും 10 മടങ്ങ് വർദ്ധിച്ചു. അദ്ദേഹം മിക്കവാറും സമയം തൻ്റെ പരീക്ഷണശാലയിൽ ഒതുങ്ങിക്കൂടി. പലരും അദ്ദേഹത്തിന് രോഗം പിടിപെട്ടേക്കുമോ എന്ന് ശങ്കിച്ചു. പകൽ സമയത്തെല്ലാം അദ്ദേഹം പരീക്ഷണശാലയുടെ കിളിവാതിൽ കൂടി ലായസ് മറാൽദയെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. വിരൂപനായ കൂനൻ കോസിമോദോയാകട്ടെ അവളുടെ ആജ്ഞാനുവർത്തിയായി കഴിഞ്ഞത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവളെ രക്ഷപ്പെടുത്താൻ കോസിമോദോയെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്തായിരിക്കുമെന്ന് അദ്ദേഹം തല പുകഞ്ഞ് ആലോചിച്ചു. അവളെ ചിലപ്പോൾ അവളുടെ കോലാടിനോടും ചിലപ്പോൾ കോസിമോദോയുടെയും കൂടെ കണ്ട് അദ്ദേഹം വികാരവിക്ഷുബ്ധനാകും. ക്യാപ്റ്റൻ ജീവിച്ചിരിപ്പുണ്ട് എന്നോർക്കുമ്പോൾ അതിരട്ടിയാകും. ഒരു രാത്രിയിൽ ആർച്ച്ഡീക്കൻ ലായസ് മറാൽദയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടാണ് ഉറങ്ങാൻ കിടന്നത്. സുന്ദരിയായ അവൾ തൻ്റെ അടുത്ത അയൽക്കാരിയാണെന്നോർത്തപ്പോൾ വികാരത്തിൻ്റെ ചൂടേറ്റ് അദ്ദേഹത്തിൻ്റെ സിരകളിലെ രക്തം തിളച്ചു മറിയുകയും കാമപരവശനായി അദ്ദേഹം മെത്തയിൽ കിടന്ന് ഉരുളുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് അദ്ദേഹം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഒരു വിളക്കും കയ്യിലെടുത്ത് ഉന്മത്തനെ പോലെ പുറത്തേക്കിറങ്ങി. മാളികയിലേക്ക് കയറാനുള്ള താക്കോൽ അദ്ദേഹം തന്നെ സൂക്ഷിച്ചിരുന്നു. വാതിൽ തുറന്ന് ലായസ് മറാൽദയുടെ മുറിക്ക് സമീപമെത്തി. ആ സമയത്ത് പതിവ് പോലെ ലായസ് മറാൽദ ഫാബുവിനെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് തൻ്റെ അടുത്ത് എന്തോ ശബ്ദം കേട്ട് അവൾ ഉണർന്ന് കണ്ണു തുറന്നപ്പോൾ ഇരുട്ടായിരുന്നു. എങ്കിലും ജനാലയിൽ കൂടി ഒരാളുടെ മുഖം കണ്ടു. തന്നെ അവൾ കണ്ടുവെന്ന് മനസ്സിലാക്കിയുടൻ ആർച്ച്ഡീക്കൻ വിളക്ക് ഊതിക്കെടുത്തി. അതിനിടെ അവൾക്ക് അതാരാണെന്ന് മനസ്സിലാക്കാനുള്ള സമയം കിട്ടി.
പേടി കാരണം അവൾ കണ്ണടച്ചു കളഞ്ഞു. അവൾ പറഞ്ഞു, പുരോഹിതൻ. കഴിഞ്ഞ കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് താൻ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും ഒരു മിന്നൽ പോലെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ബലിഷ്ഠ കരങ്ങൾക്കുള്ളിൽ അവൾ അമർന്നു. അവൾ അദ്ദേഹത്തെ തള്ളി മാറ്റി പിടഞ്ഞെണീറ്റ് ക്രോധാവേശത്താൽ വിറച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കൊലപാതകിയാണ്. നീ എന്നോട് ക്ഷമിക്കൂ. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ കൂടാതെ എനിക്ക്. അദ്ദേഹം തൻ്റെ വാക്കുകൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് അവളുടെ തോളിൽ ചുണ്ടുകൾ അമർത്തി. അവൾ തൻ്റെ 2 കൈകൊണ്ടും അദ്ദേഹത്തിൻ്റെ തലയിൽ അവശേഷിച്ചിട്ടുള്ള മുടിയിൽ പിടിച്ചു വലിച്ച് ചുംബനങ്ങളെ തടയാൻ ശ്രമിച്ചു. അദ്ദേഹം ഉടൻ തന്നെ അവളുടെ 2 കൈകളെയും മുറുകെ പിടിച്ചു. എന്നെ വിടൂ, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഞാൻ കാർക്കിച്ചു തുപ്പും എന്നവൾ ഒരു ഉന്മാദിനിയെപ്പോലെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പിടിവിട്ടപ്പോൾ അവൾ അദ്ദേഹത്തെ പ്രഹരിക്കാൻ തുടങ്ങി. അദ്ദേഹം അവളെ പിടികൂടുകയും പ്രഹരങ്ങൾക്ക് പകരം ചുംബിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആകെ തളർന്ന് വിവശയായ അവൾ ഒടുവിൽ ഒരു അന്ത്യശ്രമമെന്ന നിലയിൽ കോസിമോദോ കൊടുത്തിരുന്ന വിസലൂതിക്കൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. നിലവിളി കേട്ട് ആരും വന്നില്ല. അവളുടെ കോലാട് മാത്രം ഉണർന്ന് ഭയസൂചകമായി നിലവിളിച്ചു. മിണ്ടിപ്പോകരുത്, ആർച്ച് ഡീക്കൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. തത്സമയം 2 ബലിഷ്ഠ കരങ്ങൾ അദ്ദേഹത്തെ പിടികൂടി. ഇരുട്ടത്ത് പല്ല് കടിക്കുന്ന ശബ്ദവും കേട്ടു. താൻ അകത്ത് കടക്കുമ്പോൾ വാതിലിൻ്റെ അടുത്ത് വെളിയിൽ കൂന പോലെ കിടക്കുന്ന എന്തോ ഒന്നിൽ തട്ടി വീഴാൻ പോയത് അദ്ദേഹം പെട്ടെന്നോർത്തു. ഞൊടിയിടയ്ക്കുള്ളിൽ ആർച്ച് ഡീക്കൻ നിലത്ത് തള്ളിയിടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് ഈയക്കട്ടി പോലുള്ള ഒരു കാൽമുട്ട് വെച്ചമർത്തിയപ്പോൾ ആ മുട്ടിൻ്റെ കോണിൽ സമ്മർദ്ദത്തിൽ നിന്ന് അത് തൻ്റെ വളർത്തുപുത്രൻ തന്നെയെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ചെവി കേൾക്കാൻ പാടില്ലാത്ത കോസിമോദയെ നിശാന്തകാരം അന്ധനുമാക്കി. താൻ ആരാണെന്ന് അവനെ ധരിപ്പിക്കുന്നത് എങ്ങനെയെന്നോർത്ത് അദ്ദേഹം ചിന്താകുലനായി. അടുത്ത നിമിഷത്തിൽ ഒരു തടിച്ച കൈ കാലിൽ പിടിച്ചു വലിച്ച് അറക്കി വെളിയിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുമ്പോൾ തനിക്കെവിടെ വെച്ചായിരിക്കും മരണം സംഭവിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചുപോയി. ഭാഗ്യത്തിന് വാതിലിനപ്പുറം കടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിലാവ് വീണു. ആ മുഖം കാണാനിടയായ കോസിമോദോ ഞെട്ടി പുറകോട്ട് മാറി. ഈ നടന്നതിനൊക്കെ ലായസ് മറാൾദ മൂകസാക്ഷിയായി നോക്കി നിന്നു. ആർച്ച് ഡീക്കൻ കോപം, ശകാരം എന്നിവ സൂചിപ്പിക്കുന്ന ആംഗ്യങ്ങൾ കൊണ്ട് കൂനനെ കഠിനമായി ശകാരിച്ചു. അവിടെ നിന്നും പോയിക്കൊള്ളാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. കോസിമോദോ അല്പനേരം അദ്ദേഹത്തിൻ്റെ മുന്നിൽ തല കുനിച്ചു നിന്നു. പൊന്നു യജമാനെ, ആദ്യം എന്നെ വകവരുത്തുക, പിന്നെ അങ്ങയുടെ ആഗ്രഹം പോലെ ചെയ്യുക എന്ന് വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്നിട്ടവൻ തൻ്റെ കയ്യിലിരുന്ന വാൾ അദ്ദേഹത്തിന് കൊടുത്തു. കോപം കൊണ്ട് മതിമറന്ന അദ്ദേഹം അവൻ്റെ കയ്യിൽ നിന്ന് വാള് വാങ്ങാൻ കൈ നീട്ടവേ ലായസ് മറാൾദ കോസിമോദോയുടെ കയ്യിൽ നിന്ന് വാള് പിടിച്ചു വാങ്ങിയിട്ട് വിളറി വിളർത്തു നിന്ന പുരോഹിതനെ നോക്കി പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരൂ ബീരു. നിങ്ങൾക്കിപ്പോൾ എന്നെ പേടിയാകുന്നു അല്ലേ? ഫാബു മരിച്ചിട്ടില്ല, അത് ഞാൻ അറിഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടില്ല എന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചത്. അതിനുത്തരം പറയാതെ കോപം കൊണ്ട് വിറയ്ക്കുകയും കോസിമോദോയ്ക്ക് ഊക്കോടെ ഒരു തൊഴി കൊടുത്തിട്ട് ആർച്ച് ഡീക്കൻ തിടുക്കത്തിൽ ഗോവണിപ്പടികളുടെ നേർക്ക് നടക്കുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് ഒന്നും മിണ്ടാതെ കോസിമോദോയും അവിടെ നിന്ന് പോയി. സ്വന്തം മുറിയിലെത്തിയ പുരോഹിതന് കോസിമോദോയോട് കടുത്ത ദേഷ്യം തോന്നി. അദ്ദേഹം തന്നെത്താൻ പറഞ്ഞു, ഈജിപ്തുകാരിയെ ആർക്കും കിട്ടരുത്. ക്ഷീണിച്ച് തളർന്ന ലായസ് മറാൾദ കിടക്കയിൽ വീണ് ഉറക്കെ ഉറക്കെ തേങ്ങിക്കരഞ്ഞു. കുറച്ചു സമയം അങ്ങനെ നിദ്രയെയും കാത്തുകിടന്നു. അവളുടെ ചക്രവാളം വീണ്ടും ഇരുട്ടിലാണ്ടു. വിക്ടർ യൂഗോയുടെ നോത്രദാമിലെ കൂനൻ എന്ന നോവലിൻ്റെ 4ാം ഭാഗം
എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.